ആവേ മരിയ. ഫ്രാൻസിൽ ആരാലും അറിയപ്പെടാതെ കിടന്ന ഒരു ചെറു പട്ടണമായിരുന്നു അക്കാലത്ത് ലൂർദ്. അവിടെയുണ്ടായിരുന്ന എല്ലാവരും തന്നെ ക്രിസ്ത്യാനികളായിരുന്നു. അവരിൽ കൂടുതൽ പേരും ദരിദ്ര കർഷകരും. അവിടെയാണ് 1844 ഫ്രാങ്കോ ലൂയിസ് ദമ്പതികളുടെ മൂത്ത മകളായി ബെർണദീത്തായുടെ ജനനം. ചെറുപ്പത്തിൽ തന്നെ ശ്വാസകോശ രോഗങ്ങൾ അവളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്നു. വീട്ടിലെ കടുത്ത ദാരിദ്ര്യവും മറ്റുത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നതിനാലും മതബോധനമല്ലാതെ സാധാരണയുള്ള വിദ്യാഭ്യാസം അവൾക്ക് ലഭിച്ചില്ല. പതിവായി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരുന്ന അവൾ മുടങ്ങാതെ ഭക്തിപൂർവം ജപമാല ചൊല്ലിയിരുന്നു. ശൈത്യകാലത്ത് ഏറ്റവും അത്യാവശ്യമായിരുന്ന വിറകുകൾ ശേഖരിച്ചു കൊണ്ടുവരിക എന്നത് വീട്ടിലെ മൂത്ത മകളായ ബെർണദീത്തയുടെ ഉത്തരവാദിത്തമായിരുന്നു. അങ്ങനെയിരിക്കെ വീട്ടിലെ വിറക് തീർന്ന സാഹചര്യത്തിൽ 1856 ഫെബ്രുവരി 11 വ്യാഴാഴ്ച 14 വയസ്സുകാരി ബെർണദീത്തയും അനുജത്തി ട്വാനത്തും ഒരു കൂട്ടുകാരിയും കൂടി പട്ടണത്തിന് കുറച്ചകലെയുള്ള മസബിയൽ എന്ന വനപ്രദേശത്തിലേക്ക് പോയി. പോകുന്ന വഴിക്ക് ഒരു കൊച്ചരുവി കടക്കേണ്ടതുണ്ടായിരുന്നു. ശ്വാസകോശ രോഗിയായിരുന്ന ബെർണദീത്തയ്ക്ക് അപ്പോൾ അത് സാധ്യമായി തോന്നിയില്ല. അവൾ അരുവിയുടെ ഇക്കരെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. അനുജത്തിയും കൂട്ടുകാരിയും പോയി കഴിഞ്ഞ് തനിച്ചായ സമയം അപ്പോൾ ഒരു കാറ്റു വീശുന്ന ശബ്ദം മുഴങ്ങി. ചുറ്റിലും നോക്കി. പാറക്കെട്ടുകൾക്കിടയിലെ ഗുഹാമുഖത്ത് നിന്നാണ് ശബ്ദത്തിൻ്റെ ഉറവിടമെന്ന് തിരിച്ചറിഞ്ഞു. അതിനടുത്ത് ഒരു റോസാ ചെടി ഉണ്ടായിരുന്നു. അതിൻ്റെ ഇലകൾ മാത്രം കാറ്റിൽ എന്നവണ്ണം അനങ്ങിക്കൊണ്ടിരുന്നു. ഭയം തോന്നിയെങ്കിലും അവൾ അങ്ങോട്ടേക്ക് ചെന്നു. ഗുഹാമുഖത്ത് അസാധാരണമായ ഒരു സ്വർഗീയ പ്രകാശം. അതിനുള്ളിൽ വെളുത്ത നിറമുള്ള വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ അരയിൽ നീല നിറത്തിലുള്ള അരപ്പട്ട ചുറ്റിയിരുന്നു. ഒരു ശിരോവസ്ത്രവും ധരിച്ച് ജപമാലയുമേന്തി നിൽക്കുന്നു. അവളുടെ പാദങ്ങളിൽ മഞ്ഞ റോസാപ്പൂക്കൾ കാണപ്പെട്ടിരുന്നു. ഇത് കണ്ട ബെർണദീത്ത സ്വർഗീയമായ ഒരു പ്രചോദനത്താൽ അവിടെ മുട്ടുകൾ കുത്തി ജപമാല ചൊല്ലി. ജപമാലയുടെ അന്ത്യത്തിൽ മാതൃവാത്സല്യത്തോടെ അവളെ നോക്കി പുഞ്ചിരിച്ച് ആ സ്ത്രീ അപ്രത്യക്ഷയായി. അത് പരിശുദ്ധ ദൈവമാതാവാണെന്ന് ബെർണദീത്തയ്ക്ക് മനസ്സിലായിരുന്നു. ഇങ്ങനെ 18 പ്രാവശ്യം ബെർണദീത്തയ്ക്ക് പരിശുദ്ധ അമ്മയുടെ ദർശനമുണ്ടായി. ഒരു ദർശനത്തിൽ അവളോട് അമ്മ അവിടെ മണ്ണിനടിയിൽ ഒരു നീരുറവ മറഞ്ഞു കിടക്കുന്നുണ്ടെന്നും ആ ജലത്താൽ സ്വയം കഴുകി ശുദ്ധി വരുത്തണമെന്നും അവിടെയുള്ള കുറ്റിച്ചെടികളുടെ ഇലകൾ ഭക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടു. അവൾ അതനുസരിച്ചു. മണ്ണുമാറ്റിയ അവിടെ നിന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെട്ടു. പിന്നീട് കല്ലുവെട്ടുകാരൻ ലൂയി ബുറിയറ്റിന് ആ ജലത്തിൽ കണ്ണുകൾ കഴുകിയത് വഴി അത്ഭുത രോഗസൗഖ്യം ലഭിച്ചു. മാർച്ച് 25 മംഗളവാർത്താ തിരുനാൾ ദിനം ബെർണദീത്തയ്ക്ക് ദർശനം നൽകി അമ്മ ഞാൻ അമലോത്ഭവയാണ് എന്ന് പറഞ്ഞ് തന്നെ പരിചയപ്പെടുത്തി. ഓരോ തവണ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോഴും ലോകത്തിനു വേണ്ടിയുള്ള സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. പാപികൾക്കായി പ്രാർത്ഥിക്കുവാനും പ്രായശ്ചിത്തത്തിനും അമ്മ ആഹ്വാനം ചെയ്തു. ജൂലൈ 16 അവസാന ദർശനം. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന മരിയൻ തീർത്ഥാടന കേന്ദ്രമായി ലൂർദ് മാറി. വിശുദ്ധ ബെർണദീത്തായിലൂടെ ലൂർദിനെ പരിശുദ്ധ അമ്മ ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റി. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിലൂടെയും അത്ഭുത നീരുറവയിലെ ജലത്തിലൂടെയും ജപമാല പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുന്നതിലൂടെയുമെല്ലാം അനേകായിരങ്ങളുടെ ശാരീരിക മാനസിക വ്യാധികൾ സൗഖ്യപ്പെടുന്നുണ്ട്. ഏറെ പ്രത്യേകമായി മാനസാന്തരങ്ങൾ വഴി ഈശോയിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന തീർത്ഥാടന കേന്ദ്രമായി ലൂർദിനെ സ്വർഗമുയർത്തി.
അമലോത്ഭവയായ പരിശുദ്ധ ലൂർദ് മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.